സുന്ദരിയുണ്ട്. നല്ല പുള്ളി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ടുണ്ട്. ചെറിയ പാട്ടായിരുന്നു. ചെറിയ പാട്ട് 2.5 മിനിറ്റ് ഉള്ളൂ. ആ അതെനിക്ക് തോന്നിയ പെട്ടെന്ന് തീർന്നു പോയ പോലെ. ഓക്കെ, സാരില്ല, നാടക ഗാനങ്ങളല്ലേ, നമുക്ക് ചോദിച്ചു നോക്കാം. ഔസേപ്പച്ചൻ സാർ, നല്ല ഇഷ്ടമായി പോലെ ഈ പാട്ട്. ഇതില് എന്താണ് കാറ്റേവാന്ന് വരുന്നില്ലേ? കാറ്റേവാ അത് വേറെ ഏതെങ്കിലും പാട്ടിൽ കേട്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? കാറ്റേ കാറ്റേ കാറ്റേവാ ആ ട്യൂൺ താരാരാ വേറെ ഏതെങ്കിലും പാട്ട് കേട്ടിട്ടുണ്ടോ? അറിയോ? മഞ്ചരിക്ക് അറിയോ? പാട്ട് അറിയില്ലായിരിക്കും. അല്ലല്ല, ഞാൻ വേറെ എന്റെ കുടുംബകാര്യങ്ങളൊക്കെ ആലോചിച്ചു, എന്റെ പ്രാരാബ്ദങ്ങളൊക്കെ ആലോചിച്ചിരുന്ന ഇതിനുത്തരം ഇതിന് ഈ പാട്ടിന് ഞാൻ തുടക്കം പറഞ്ഞുതരാം. മാവേലി അല്ല, ഏതാണത്? അച്ഛനൂടെ പോലെ മധ്യമം വരെ പാറു പഞ്ചാബ്. ആ കിട്ടിയോ? ഒറ്റയ്ക്ക് പാടുന്ന പൂ. അതാ ഞാൻ ഉദ്ദേശിച്ച സാർ, മുറ്റത്തായി പോയതാ. അറിയോ? ഇല്ല. അറിയോ? മോൾക്കറിയോ? കേട്ടിട്ടുണ്ട്. വെറുതെ ചുമ്മാ ഒന്ന് പാടി. ഞാൻ വെറുതെ ഒരു കാര്യം കാണിച്ചു തരാം. അതിന് സ്റ്റേറ്റ് അവാർഡും എല്ലാം കിട്ടി, എല്ലാവർക്കും കിട്ടി. 4 അവാർഡ് കിട്ടി. ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കുയിലേ, നിന്റെ പട്ടുപോലുള്ള ഈ പാട്ടിനുള്ളിൽ എന്തിത്ര സങ്കടം ചൊല്ലാമോ? അത്ര മതി. ഇതില് സംഭവം വന്നു കഴിഞ്ഞു. കാറ്റേവാ ഏതോ ഒരു വൃത്തികെട്ട മ്യൂസിക് ഡയറക്ടർ ചെയ്തിരിക്കുക. ആരാ മ്യൂസിക് ഡയറക്ടർ?
ആരാ അത്? തൊട്ട് കാണിച്ചാ മതിയോ? തൊട്ട് കാണിച്ച ചൂണ്ടിക്കാണിക്കാം. അവക്കൊരു പേടി അവളാണോ ചെയ്തതെന്ന് പേടിക്കുന്നത്. മോളെ പേടിക്കണ്ട. ഏത് പാട്ടിന്റെ ഇത് നടൻ എന്ന് പറഞ്ഞ പടത്തിലെ എന്റെ ഒരു പാട്ടാണ് ഈ കുട്ടി ഇപ്പൊ പാടിയത്. അത് ആ കുട്ടി നല്ല രസമായിട്ട് പാടി. പക്ഷെ അതിൽ നമ്മൾ ചില പാട്ടുകൾ ഈ നാടകത്തിന്റെ ഫീലൊക്കെ വേണമെന്ന് പറഞ്ഞ് നമ്മൾ ഉണ്ടാക്കിയപ്പോ ഏതോ ഓർമ്മയിൽ നിന്ന് ഒരു ട്യൂൺ വന്നു പോയി, അതിലൊരു വരിയും വന്നു. അതവിടെ ആണിയടിച്ചു. അത് പിന്നെ മാറ്റാൻ പറ്റൂല. കാരണം ആ സംവിധായകന് ഏറ്റവും ഇഷ്ടപ്പെട്ട വരി അതാണ്, ആ ട്യൂണാണ്. അങ്ങനെ ആ പാട്ട് റെക്കോർഡ് ചെയ്തു. അതിന് സ്റ്റേറ്റ് അവാർഡ് 3-4 സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടി. നമ്മുടെ വിജയലക്ഷ്മി, വൈക്കം വിജയലക്ഷ്മി ഗംഭീരമായിട്ട് പാടിയ പാട്ടാണത്. അതിലാ ഒരു ബാറേ ഉള്ളൂ ഈ ചായ വന്നത്. ബാക്കിയൊക്കെ വേറെ കാപ്പി രാഗങ്ങളൊക്കെയാ. മനസ്സിലായ? ബാറിൽ നിന്ന് നേരെ കോഫി കടയിലേക്ക് കാപ്പിയിലും ഒരുപാട് ആരഭിയിലേക്കൊക്കെ കയറി അത് വേറെ രൂപത്തിലേക്ക് മാറിയ പാട്ടാണ്. ഒരുപാട് വ്യത്യാസം. ഇവിടെ മോൾ നന്നായിട്ട് പാടിട്ടോ. മോൾ നല്ലൊരു സുഖം ഉണ്ടായിരുന്നു കേൾക്കാൻ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. ചേച്ചി തീർത്ഥക്കുട്ടി, അടിപൊളിയായിരുന്നു. താങ്ക് യു മാം. ഈ നാടക ഗാനങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഫീലാ. ആ ഒരു കാലഘട്ടത്തിലേക്ക് പോകും. നമ്മളവിടെ ജനിച്ചിട്ടില്ല എങ്കിൽ പോലും ആ ഒരു ഫീലിലേക്ക് അങ്ങ് പോകും. ശരിക്കും ഈ ഒരു റൗണ്ട് സൂപ്പർ സ്റ്റാറിന്റെ വേദിയിൽ ഈ ഒരു റൗണ്ട് നമുക്കൊക്കെ സന്തോഷമുള്ള ഒരു റൗണ്ടാണ്. കാരണം ഈ പാട്ടുകൾ വീണ്ടും ജനിക്കുകയാണ്. അപ്പം നമുക്ക് വീണ്ടും കേൾക്കാം, പ്രേക്ഷകർക്ക് കേൾക്കാം. ഈ കുട്ടികളൊക്കെ ഇത് എടുത്ത് പാടി പഠിക്കുന്നു. അപ്പം ഇത് ശരിക്കും ഒരു സൂപ്പർ റൗണ്ടാണ്. മോള് നല്ല പാട്ട് സെലക്ട് ചെയ്തു, നന്നായി പാടുകയും ചെയ്തു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മാം. ഓക്കെ, ശരത് സർ. നല്ല സെലക്ഷൻ അടാ. വണ്ടർഫുൾ പാട്ട്. മോള് നന്നായിട്ട് പാടും. താങ്ക് യു സർ. മക്കളെ, എനിക്ക് ആ പല്ലവി ഒന്ന് പാടി തരാമോ? വെള്ളാരം കുന്നിലെ പൊന്മൂളം കാറ്റിലെ പുല്ലാങ്കുഴലുതും കാറ്റേവാ. സൂപ്പർ മോളെ, വെരി ഗുഡ്. താങ്ക് യു സർ. അതുപോലെ മോളെ കരുമാടിക്കുട്ടി ചരണം ഒന്ന് പാടാമോ? കരുമാടിക്കുട്ടന്മാർ കൊതിതുള്ളും കുട്ടന്മാർ അത്രയും മതി. തന്മാർ ഇത്ര ഇട്ടാക്കണ്ട. കരുമാടിക്കുട്ടന്മാർ കൊതിതുള്ളും തോപ്പിലെ ഒരു കനി വീഴ്ത്തുവാൻ കാറ്റേവാ. ആ കരുമാടിക്കുട്ടനായിരുന്നു നമുക്കൊന്ന് ഒതുക്കമില്ലാതെ നിന്നത്. 2 അടി കൊടുത്ത് ശരിയാക്കാം കേട്ടോ. അപ്പോൾ ഇപ്പം നന്നായിട്ടുണ്ട് മോളെ. അത് കൃത്യമായിട്ട് നല്ല സുഖമുണ്ട് മോളെ. അത് പാട്ട് തീർന്നു പോയല്ലോ എന്ന് തോന്നി. നമുക്ക് കുറേ കേൾക്കാൻ തോന്നി. ഒരു 5-6 വട്ടം പാടായിരുന്നു ഈ പാട്ട് ലൂപ്പിട്ടിട്ടേ. എത്ര മിനിറ്റ് ഉണ്ട് മോളെ? 1.25 മിനിറ്റോ? 2.5 മിനിറ്റ്. അത്രേ ഉള്ളൂ. അതാ പറഞ്ഞു ഒരു കോട്ടുമായിട്ടപ്പോ പാട്ടൊക്കെ തീർന്നു. പക്ഷെ നല്ല സുഖമുണ്ട്. പ്രത്യേകിച്ച് അണ്ണാച്ചി ആ ഒരു പാട്ട് ചെയ്തതിന് അണ്ണാച്ചിക്ക് എൻ്റെ വക സ്നേഹം ഞാൻ ഈ ഒരു അവസരത്തിൽ അറിയിക്കും. ഓഹോ, എന്റെ കൂടെ എല്ലാവരും കൂടെ എനിക്ക് എന്റെ കാര്യമല്ല പറയാനൊക്കെ. നമ്മളൊരു കുടുംബല്ലേ? സോറി, എന്റെ കുടുംബത്തിന്റെ നന്ദി അറിയിക്കും. മക്കളെ, അത്രേ ഉള്ളൂ. ഇതൊന്നും കേട്ട് നീ വിഷമിക്കണ്ട മോളെ. നിനക്ക് നല്ല പുഞ്ചിരിയാണ്. മക്കളെ ചിരിക്ക്, അട്ടഹസിക്കും മോളെ. അയ്യോ, അട്ടഹസിക്കൂ, ചിരിക്ക്. പക്ഷെ നീ ഒരു നടിയല്ലേ, ഞാൻ ഡയറക്ടർ. മോടെ കയ്യിൽ ഒരു ബോംബുണ്ട്. ആ ബോംബും കൊണ്ട് മോളൊരു വളവ് തിരിഞ്ഞു വരും. ഇവിടെ ഒരു മണ്ടൻ അനക്കൊണ്ടാ നിപ്പുണ്ട്. അപ്പൊ അത് നിന്നെ കണ്ട വാ തുറന്ന് വരിക. ഇത് മണ്ടൻ, നിന്റെ കയ്യിൽ ബോംബിരിക്കല്ലേ, അത് വിട്ട് പൊട്ടിത്തെറിക്കും. അപ്പൊ ഈ ബോംബ് കയ്യിലുള്ളത് കൊണ്ട് ഈ അനക്കൊണ്ട ചത്ത്. അപ്പൊ ആ ചിരിക്കണം. എന്താല്ലേ ഡയറക്ടറിന്റെ ഒരു പാട്. ഓക്കേ സർ, ക്യാമറ റോളിംഗ്. യെസ്, റോളിംഗ്. ആക്ഷൻ. അനക്കൊണ്ടാക്കണ്ട. പുതിയ കാസ്റ്റിംഗ് നോക്കാം. ഇതിന് വേണ്ട നമുക്ക്. പാറു, നീ ചെയ്യൂ ആ വേഷം. ഞാൻ ആക്ഷൻ പറയാം. ആക്ഷൻ. അയ്യോ, അനക്കൊണ്ട ഒന്നിങ്ങനെ വരുമോ? ഞാനാണോ അനക്കൊണ്ട? എനിക്ക് നീ ഉണ്ടോ അനക്കൊണ്ടാന്ന് നോക്കൂ. റെഡി പാറു, റെഡി. ക്യാമറ റോളിംഗ്. ആക്ഷൻ.
അനക്കൊണ്ട പൊട്ടിത്തെറിക്കി. അല്ല നീ എന്താ എടുത്തെറിഞ്ഞ കല്ലോ? എടാ മുട്ടം പോകുമ്പാടാ ബോംബ്. എറിഞ്ഞു, പൊട്ടിത്തെറിച്ചു. പൊട്ടിത്തെറി ചത്തു. ചത്ത് ആ. ചത്തേ ആ, ചത്ത്. നോക്കട്ടെ. ഫാന്റാസ്റ്റിക്. അല്ല ഞാൻ ചാവണോ? അത് പള്ളി പോയി പറഞ്ഞാ മതി. ഡയറക്ടർ കൊന്നിട്ട് വേണം നമുക്ക്. ഞാൻ ചത്ത് കിടന്നിട്ട് എനിക്ക് അനക്കോണ്ട നോക്കണം. അപ്പൊ മോളെ നിന്നെ അത് കേട്ടോ, അത് എനിക്ക് അനക്കമുണ്ടോ നോക്കണമെന്ന്. എനിക്ക് അനക്കോണ്ട നോക്കണം. അനക്കമുണ്ടോ നോക്കണമെന്ന്. ആരും ചിരിച്ചില്ല. ഒരു ബുദ്ധിയില്ലാത്ത കുറെ ആളുകൾ. സ്കിപ്പ് ചെയ്ത്. മക്കളെ ചക്കരെ ഐ ലവ് യു. ഐ ലവ് യു ടു സർ. കിളി പോയി. എന്തിനു മാർക്ക് വയ്ക്കടേ സർ? മാർക്ക്. മക്കളെ അനക്കോണ്ടേ മൂക്കൊരു 8.8 മാർക്ക്. താങ്ക് യു സർ. താങ്ക് യു. സെയിം പിഞ്ച്. 8.8. താങ്ക് യു സർ. അവസരപ്പെട്ടാണ് സെയിം പിഞ്ച്. ഓക്കെ, സോ ടോട്ടൽ 17.6. സൂപ്പർ.